മോളിവുഡ് ടൈംസ് കണ്ടു. ഒരു പക്ക അഭിനയസുന്ദർ പടം. നിങ്ങൾക്ക് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടും. മൂപ്പരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, മുകുന്ദൻ ഉണ്ണി കണ്ടവർക്ക് മനസ്സിലാവും. ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ആഷിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. DOP ചെയ്തിരിക്കുന്നത് വിശ്വജിത്താണ്. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. പറഞ്ഞു വരികയാണെങ്കിൽ DOP ഒക്കെ കിടലനായിട്ടുണ്ട്. ഗംഭീര വർക്കാണ്. പിന്നെ ജേക്സ് ബിജോയിനെ കുറിച്ച് പറയണ്ടല്ലോ, ആള് ചെയ്ത വെച്ചതൊക്കെ നമുക്ക് അറിയാലോ. ആളും കിടലനായിട്ടുണ്ട്. അത് നമ്മുടെ പടത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കും BGM ഒക്കെയാണ്. നസ്രിൻ വിനീത് മാധവൻ എന്നുള്ളൊരു കഥാപാത്രമായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. നസ്രിൻ്റെ ചെറുപ്പം തൊട്ടിട്ട് ആള് എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അത് അയാളുടെ ശരികളിലൂടെയാണ് ഈ സിനിമ പോണത്. ഫസ്റ്റ് ഹാഫിൽ ഇയാളെ എയിമും ഇയാളെ ജേണിയും ഒക്കെ തുടങ്ങുന്നതും അത് അതിൻ്റെ സ്ട്രഗിളിങ്ങും പീരിയഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു തരത്തിലാണ് ഫസ്റ്റ് ഹാഫ് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ ഇന്നാവും. പടം തുടങ്ങിയ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ പടത്തിൽ ഇന്നായി. നമ്മൾ പിന്നെ വിനീത് മാധവൻ്റെ ഒപ്പമാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് പോകുന്നുണ്ട് സിനിമ. കുറച്ചും കൂടി ഭയങ്കര ലേയേഴ്സായിട്ട് ഉള്ളിലോട്ട് കടന്നു ചെല്ലുന്ന രീതിയിലാണ് എൻ്റെ പരിപാടി. സിനിമക്കുള്ളിലെ ജീവിതങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിലുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. അവിടെ നടക്കുന്ന പരിപാടികൾ, ആ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സക്സസ്ഫുൾ ആവാത്ത ജീവിതങ്ങളെ, ഒരുപാട് ആളുകളെയൊക്കെ വരച്ചു കാട്ടുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിൽ ഈ സിനിമക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. എന്തായാലും ഇത് നസ്രന്റെ അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച പെർഫോമൻസും ആളെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ എനിക്ക് പറയാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിൽ നസ്രന് ചെയ്തു വെച്ചിട്ടുള്ളത്. നസ്രൻ ഇതിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷർഫുദ്ദീൻ ഉണ്ട്. ഷർഫുദ്ദീൻ ഒരു പ്രധാന വേഷത്ത് തന്നെ ഉണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ഷർഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അവരവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങിയൊരു 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്തോ കഴിഞ്ഞതിന് ശേഷം ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് സീനുകളുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയത് എടുത്തെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസം. അത് കണ്ട് നമുക്കത് എനിക്കത് കഴിഞ്ഞ് പോയപ്പോൾ സീൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അത്രയും ഭംഗിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല എന്തെന്ന് പറയാ, അത് ഒരു അത് നല്ല രസമുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കി. എനിക്കത് ഭയങ്കര വർക്കായി. പടം മൊത്തം നെസ്ലിൻ കൊണ്ടുപോയി. കാരണം അമ്മാതിരി പെർഫോമൻസ് ഒക്കെ എപ്പോഴും നെസ്ലിനെ കാണാൻ പറ്റുന്നില്ല. ആളങ്ങോട്ട് അഴിഞ്ഞാടി പടത്തില്. നമ്മൾ കാണാത്തൊരു നെസ്ലിനെ ഈ പടത്തിൽ കാണും. നമ്മൾ ആളെ ജേണിൻ്റെ ഒപ്പം ആളുടെ ഒരു ലൈഫിൻ്റെ ഒപ്പം നമ്മളും പോവും. ആള് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്നൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ ആളെ ഒപ്പായിരിക്കും. അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണിത്. നമ്മളെപ്പോഴും ഇയാള് സക്സസ് ആവണം, അല്ലെങ്കിൽ ഇയാളൊരു ഉണ്ടാവുമല്ലോ, ആളൊരു മെന്റാലിറ്റിൻ്റെ ഒപ്പം പ്രേക്ഷകരും പോകും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതിലെ മേക്കിംഗ് ആണ്. എനിക്ക് ഈ പടം നല്ലതായിട്ട് വർക്കായി. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാവുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ അഭിനവ് സുന്ദറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ, അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊക്കെ തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങളെന്നെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം.